ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ശ്രീകുമാർ, ബിജു സോപാനം ഇതുവരെ രണ്ടുപേരും ഉൾപ്പെട്ട ഒരു ലൈംഗിക അതിക്രമ കേസ്, പ്രമുഖ നടി കൊടുത്ത ലൈംഗിക ആരോപണം എന്നാണ് മനസ്സിലാവുന്നത്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി കഴിഞ്ഞ ദിവസം നടന്നൊരു ഇന്റർവ്യൂ, സാക് ലൈവ് എന്ന് പറയുന്ന ചാനലിൽ നടന്നൊരു ഇന്റർവ്യൂവിൽ നടിയും ശ്രീകുമാറിന്റെ ഭാര്യയുമായ സ്നേഹ നടത്തിയിരുന്നു. ശ്രീകുമാറും ചില പ്രതികരണങ്ങൾ ആ ഇന്റർവ്യൂവിൽ നടത്തുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില റിയാക്ഷൻ വീഡിയോകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നടന്ന പ്രതികരണ വീഡിയോകൾ, ആ വീഡിയോകളെ പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്നേഹ അവരുടെ ചാനലിൽ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. ആ വീഡിയോ ആണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ അല്ല, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പൻസ് വ്ളോഗിൽ നിന്നുള്ളതാണ്, മറ്റേത് ലൈഫ് ഓഫ് അനന്തുവിൽ നിന്നുള്ളതാണ്. ഒരു വിഷയത്തിൽ രണ്ടുപേരും എടുത്ത നിലപാട്, അതിൽ മെച്ചൂർഡായ നിലപാടെടുത്തൊരു കാര്യവും നിലപാടിൽ വന്നിരിക്കുന്ന ഒരു തെറ്റും അതുകൂടെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആശയ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വിമർശനങ്ങൾ പറയുന്നത്, അല്ലാതെ വ്യക്തിക്ക് നേരെയല്ല. അപ്പോൾ ആ രീതിയിൽ അത് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്നേഹയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ കഴിഞ്ഞ ആഴ്ച സാർക്ക് ലൈവ് എന്ന് പറയുന്ന ചാനലിന്, ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ യാദൃശികമായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കേണ്ടി വരികയും അങ്ങനെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്തു. അതിന് രാവിലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാര്യം അപ്പം നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത്, ആ ഒരു കേസ് വന്ന സമയത്ത്, നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് എന്നുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കാൻ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതും സംസാരിക്കുന്നതും. അപ്പൊ അന്ന് എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാർ, നിങ്ങൾ എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല, നിങ്ങൾ വന്ന് പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് പറയാൻ വൈകിപ്പോയി, ഞാൻ അതിനോടൊട്ടും യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസ് അല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്. ഈ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികൾ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമ കേസുകളാണ്, അതേപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളിൽ പെട്ടെന്നൊരു പ്രതികരണമായിട്ട് വരിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആ പ്രതികരണം ഇരകൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പ്രതിയാക്കപ്പെടുന്ന ആളെ, കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾക്ക് എതിരെ നിയമം തിരിയാനും അവരെ ബാക്ക്ഫയർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ഇവർ പറയുന്നത് കൃത്യമാണ്. അത് മാത്രമല്ല, ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് നിങ്ങൾ വൈകുന്നു എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്ത വീഡിയോസ് ഉണ്ടെങ്കിൽ എനിക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പല വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നു ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ ചില ചെറിയ പ്രതികരണങ്ങൾ നടത്താം. ഈ വിഷയത്തിൽ നിരപരാധികളാണെന്ന രീതിയിൽ പ്രതികരണം നടത്തുകൊണ്ട് യാതൊരു കുറ്റമില്ല, അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത്തരത്തിൽ പറയാം. പക്ഷേ ഇരകൾക്ക് നേരെ തിരിയാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ ശരിയാണ്. എങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാവാം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കണ്ട എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇവരത് ചെയ്തിരുന്നെന്ന് വിചാരിക്കുന്നു. പിന്നീട് അത് പ്രതികരിച്ചതിന് ശേഷം വൈകിപ്പോയി എന്നുള്ളൊരു കാര്യം. ഈ വൈകിപ്പോകേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചില വിഷയങ്ങളിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കും കിട്ടുന്ന ഒരു സപ്പോർട്ട് പിന്നീട് ലഭിക്കണമല്ലോ. അത് ലൈഫ് ഓഫ് അനന്തുവിന്റെ റിയാക്ഷൻ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായി അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഈ വിഷയം വന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ഇവർ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ വെറും പതിനായിരക്കണക്കിന് പറയാനില്ല, 10,000-ന് മുകളിൽ കുറച്ച് ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതിന്റെ വെറും 10% പോലും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണെങ്കിൽ ഒരുപക്ഷെ ഈ വൈകിയ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കാമായിരുന്ന ഒരു സപ്പോർട്ട് ഇല്ലാതായിപ്പോയി എന്ന രീതിയിലായിരിക്കണം ഞാനത് സംസാരിച്ച് കണ്ടത്. എങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ വിഷയത്തിലും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പിന്നീട് അതിനെക്കുറിച്ച് സാഹചര്യം സംസാരിക്കാം. എന്തായാലും അടുത്ത ഭാഗത്തേക്ക് പോകും. അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. നിവിൻ പോളി ഭയങ്കര ഗട്സോട് കൂടി വന്ന് പറഞ്ഞു, നിവിൻ പോളി പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് ശ്രീ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ളത്. ഓരോ കേസിനും ഓരോന്നിൻ്റെതായ രീതികളുണ്ട്. എല്ലാ കേസുകളും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകളൊന്നും ആവണമെന്നില്ല. എല്ലാത്തിന്റെയും സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. അപ്പം ചിലർക്ക് അപ്പം തന്നെ ഒരു പക്ഷേ അത് പറയാൻ പറ്റുമായിരിക്കും, ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറയാൻ പറ്റും, ചിലർക്ക് 1 മാസം കഴിഞ്ഞ്, ചിലർക്ക് 2 മാസം കഴിഞ്ഞ്, ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഈ കേസ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ എടുക്കും ഒരു പക്ഷേ ചില കേസുകൾ തീരാൻ വേണ്ടിയിട്ട്. അപ്പം പറയാൻ പറ്റുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ കേസിനുണ്ട്. അത് ഈ കേസിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാവുന്ന അഭിഭാഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം അപ്പോൾ ഇതിനകത്ത് നിവിൻ പോളി എന്ന കേസുമായിട്ടൊരു കമ്പാരിസൺ, അത് എല്ലാവരും ഉപയോഗിച്ചൊരു കമ്പാരിസൺ ആണ്. നിവിൻ പോളി നേരത്തെ ഒന്ന് സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് നേരത്തെ കിട്ടി എന്ന് മാത്രമല്ല, പരാതിക്കാരുടെ പല ആർഗ്യുമെന്റുകളും നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സാമാന്യ ബുദ്ധിയുള്ള ആൾക്കൊക്കെ റിലേറ്റ് ചെയ്തെടുക്കാനായിട്ട് തന്നെ നല്ല സമയമെടുക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തൊരു സാഹചര്യം, നിവിൻ പോളിയെ സഹായിച്ച ഏറ്റവും വലിയ സാഹചര്യം ആലിബൈ ആണ്. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഇയാൾ അവിടെ ഇല്ല
എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യവും നിവിൻ പോളിക്കുണ്ടായിരുന്നു. അദ്ദേഹം പങ്കെടുത്തിരുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ, പിന്നെ പറഞ്ഞല്ലോ പാസ്പോർട്ടിൽ കൃത്യമായ രേഖകളുണ്ടാവും അദ്ദേഹം ട്രാവൽ ചെയ്തതിന്റെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പരിശോധിച്ചപ്പോൾ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു സാഹചര്യം ഒന്ന് കണക്കിലെടുത്ത് നോക്കൂ. നമ്മൾ രണ്ടുപേരും ഒരേ ബിൽഡിങ്ങിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരേ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പരാതിക്കാരിയും കുറ്റം ആരോപിക്കപ്പെട്ട ആളും അവർ രണ്ടുപേരും ഒരേ ലൊക്കേഷൻ ഉണ്ട്, ആ സമയത്ത് അവിടെയുണ്ട്. പോട്ടെ, ഒരേ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, മുറിക്ക് അടുത്തടുത്താണ്. ഈ സാഹചര്യത്തിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ഭാഗം തെളിയിച്ചെടുക്കുക അത്ര എളുപ്പമുള്ളല്ല. കാരണം നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞതിന്റെ പിന്നാലെ ആയിരിക്കും ഇതുപോലുള്ള വെളിപ്പെടുത്തലൊക്കെ വരുന്നത്. അവർ ഒരേ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്, ഒരേ മുറിയിൽ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരേ മുറിയിൽ തന്നെയാണെന്ന് വിചാരിക്കും, അവിടെ ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല, ഇനി പരസ്പര സമ്മതത്തോടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുവരെ ഇരിക്കുക. പിന്നീട് ഇത് ലൈംഗിക അതിക്രമമായിട്ട് വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എടുത്തോ പിടിച്ചോ ഒന്ന് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ബാക്കിയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ എതിരായി വരികയും ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിവിൻ പോളി പ്രതികരിച്ചതുപോലെ പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം, അത് ഈ സ്നേഹ പറയുന്നത് പോലെ തന്നെ അതൊരു വാലിഡ് ആയ ഒരു ചോദ്യമേ അല്ല. നിവിൻ പോളിക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു. എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന് ഞാനും ശ്രീയും ഞങ്ങളുടെ ഫാമിലിയും ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളും ആ വാർത്തയിലൂടെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നു എന്നുള്ളത്. ന്യൂസ് ചാനലുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഉൾപ്പെടെ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് വന്ന ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളും അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ നമുക്ക് അറിയില്ല. ആ ഒരു സമയത്ത് ഞാനാണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആള്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല, ഇതെങ്ങനെയാണെന്നൊക്കെ പറയണം എന്നുള്ളത്. പക്ഷേ നമ്മളോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ സമയത്ത് ഓടി വരികയും ഇന്നതാണ് ഈ കേസിന്റെ സ്വഭാവം എന്ന് പറയുകയും ഞങ്ങളുടെ തന്നെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള ആൾ തന്നെയാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അവർ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു. ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്, ഇതൊന്നും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് ഈ കേസിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഇന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ നമ്മൾ ഇന്ന രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇത്തരം കേസുകൾ നമ്മൾ ജാമ്യം എടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഈസി ആയിട്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഇന്നാളാണോ കേസ് കൊടുത്തത്, ഇന്നതാണോ കേസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കേസല്ല ഇത് കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസാണ്. അവര് നിയമത്തിന്റെ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, നല്ല കാര്യമാണ്. നിയമത്തിന്റെ വഴി കൂടെ തന്നെ പോയിക്കൊള്ളട്ടെ. അതേപോലെ അവർക്ക് കൃത്യമായിട്ട് നിയമോപദേശം ലഭിച്ചു എന്നും പറയുന്നു. ഇത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഇരയെ വെളിപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ളത് ഇറ്റ്സ് അണ്ടർലൈൻ തിങ്, നമ്മൾക്കത് ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്ക് ഫയർ ചെയ്യാവുന്ന മറ്റു ഞാൻ പറഞ്ഞല്ലോ, ഒരേ ടവർ ലൊക്കേഷനിലാണ്, ഒരേ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു, ഒരേ മുറിയിലുണ്ടായിരുന്നു, രണ്ടുപേരും ഒരേ സമയത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇയാൾ കള്ളം പറയുകയാണെന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെടും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിരിക്കണം അവർക്ക് നിയമോപദേശം ലഭിച്ചത് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ലഭിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലും പറ്റാത്തൊരു കാര്യമാണ്. അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴേ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പറയാം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ പറയും. പക്ഷേ ഇതെന്താണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ ഉള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥ മാത്രമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ആ ദിവസം മുതൽ ഇപ്പോൾ വരെ മുന്നോട്ട് പോകുന്നത്, ഇനി മുന്നോട്ട് പോകുന്നതും. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, സത്യം തന്നെ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കേസ് എന്നാണോ തീരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിയമം എപ്പോഴാണോ ഞങ്ങളെ അനുവദിക്കുന്നത്, അപ്പൊ നമ്മൾ വന്ന് പറയുന്നതായിരിക്കും. അതാണ് അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഇത് പറയുമെന്ന് മാത്രമല്ല, ഈ കേസിൽ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ഒരാളുണ്ടാകുമല്ലോ, നിങ്ങൾ വ്യാജ പരാതിയാണെന്ന് പറയുന്നെങ്കിൽ അത് വ്യാജ പരാതിയാണോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കുറ്റവാളിയാണെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. അപ്പൊ ഇതിൽ വ്യാജ പരാതിയാണ് എന്ന രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് തുടർന്നുള്ള നിയമ നടപടിയിലേക്ക് പോകണം. മാനനഷ്ട കേസ് കൊടുക്കാം, രണ്ടാമത് വ്യാജ പരാതി കൊടുത്തു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാം. മാനനഷ്ട കേസ് സാധാരണ ഇതിൽ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റിലേക്ക് പോവാറുണ്ട്. അതേസമയം വ്യാജ പരാതി എനിക്ക് തോന്നുന്നു പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണ്. അപ്പൊ അത്തരത്തില് നിയമ നടപടികൾ കൂടെ എടുക്കുമ്പോഴാണ് ഇനി അങ്ങോട്ട് വ്യാജ പരാതികളുമായിട്ട് പോകുന്നവർക്ക് ഒരു വാർണിംഗ് ആവുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു കാര്യം ഉണ്ടായില്ല. വ്യാജമാണെന്ന് ബോധ്യമുണ്ടായി, അതിനുശേഷം ഒരു നടപടി ഉണ്ടായില്ല. പിന്നീട് ഇവർക്ക് വീണ്ടും തുടർന്ന് ഇതുപോലുള്ള പരാതികൾ കൊടുക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയാണ്. ആരെയും ആരെ വേണേലും ടാർണിഷ് ചെയ്യാമെന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് അത് ഏത് രീതിയിൽ വിധി വരുന്നു, ആ സമയത്ത് ഇത് വ്യാജ പരാതിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തുടർ നിയമ നടപടിയിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്. അത് പോകണം. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന ഇവർക്ക് വന്ന ചില കമന്റുകളെ കുറിച്ചാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആളുകൾ അങ്ങനെ പ്രതികരിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. അവരോട് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ
നന്ദി പറയുകയാണ്. കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദി. അതല്ലാതെ വന്ന കമന്റുകളുണ്ട്. അതായത് ഭർത്താവ് എന്ത് തോന്നിയവാസവും കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വരുന്നു, വെളുപ്പിക്കാൻ വരുന്നു. പിന്നെ ഒരു കമന്റ് ന്യായീകരിച്ചല്ലേ പറ്റൂ, ഒരു കുട്ടി ഉണ്ടായി പോയില്ലേ, പിന്നെ ഭർത്താവ് കൈവിട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യും, വേറെ ആളെ കിട്ടില്ലല്ലോ. ഇങ്ങനത്തെ കുറേ കമന്റുകൾ ഞാൻ കണ്ടു. എനിക്ക് അവരോട് പറയാനുള്ളത്, വളരെ കൃത്യമായി എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കാനും സംസാരിക്കാനും കഴിവുള്ള ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്ത് തോന്നിയവാസം കാണിക്കുന്ന ഒരാളെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കില്ല, ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ എനിക്ക് കംഫർട്ടല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മാറിപ്പോകലാണ് പൊതുവെ എൻ്റെ രീതി. അപ്പോ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരാളെ ന്യായീകരിച്ച് വെളുപ്പിച്ച് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ ഉള്ള ഒരു മാനസിക നിലയല്ല എന്റേത്. ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ ജോലി ചെയ്യാൻ ശീലിച്ചിട്ടുള്ള ആളാണ്, പാർട്ട് ടൈമായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് എൻ്റെ വീട്ടുകാര് ഞങ്ങൾ രണ്ടുപേരും, എന്നെയും എൻ്റെ ചേച്ചീനെയും വളർത്തി നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. സ്വന്തം കാലിൽ നിൽക്കാം, ഒന്നിനെയും ഭയപ്പെടാതെ തന്നെ നിൽക്കാൻ ധൈര്യമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് 100% ഞാൻ ശ്രീയുടെ കൂടെ നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നിയമം നമ്മളെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതൊരു സമയത്ത് അതൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു സമയം വരും, അന്ന് ഞാൻ വന്ന് പറയും. അത് അവർ വ്യക്തമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു ആ കമന്റിനെ കുറിച്ചുള്ള പ്രതികരണം. ഇത്തരം കമന്റ് ഇടുന്നവര് ഒരുപക്ഷെ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എങ്കിലും ചില കേസുകളിൽ നമ്മൾ ഇത്തരത്തിൽ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്തതിന് നമ്മൾ വിമർശിക്കാറുണ്ട്. അതില്ല എന്നൊന്നും പറയുന്നില്ല, അങ്ങനെ മറച്ചു വെച്ച് പറയുന്നൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ അവർ കുറച്ചും കൂടി ബോൾഡായിട്ട് ഈ വിഷയം പറയുന്നു. അവരെനിക്ക് തോന്നുന്നു പരസ്യ പ്രതികരണം നടത്തുമ്പോൾ തന്നെ അവരുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ നമ്മൾക്കറിയില്ല, കാരണം ഒരു വിധി പറയാനുള്ള ഒരു സാഹചര്യമില്ല. നമുക്കൊരു സോഷ്യൽ ജഡ്ജ്മെന്റ് നടത്താൻ ഈ വിഷയത്തിൽ പറ്റില്ല. കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ്, കണ്ടന്റ് ഓഫ് കോർട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ ഇപ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതൊരു തെറ്റായ പരാതിയാണെങ്കിൽ അത് ഒന്നാമത്തെ വിഷയം, അയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും. അതിന് പിന്നാലെയാണ് ഈ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവർ വളരെ ബോൾഡായിട്ട് ആ വിഷയത്തെ നേരിട്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. വളരെ ബോൾഡായിട്ട് ആ വിഷയത്തിൽ അവർ കമന്റ് പറഞ്ഞിട്ടുണ്ട്. അവർ നിലപാടെടുക്കുന്ന ഒരാളാണെന്ന രീതിയിൽ തന്നെ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, 2 വ്ളോഗേഴ്സ് അല്ലെങ്കിൽ 2 റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ഒരു വിഷയത്തെ സമീപിച്ചൊരു കാര്യം. ഈ വീഡിയോയിൽ ഒരു ക്ലൂ പോലെ തോന്നുന്ന ഒരു കാര്യമുണ്ട്, പരാതിക്കാരി ആരാണ് എന്ന രീതിയിൽ. അതിൽ മൂപ്പൻ ചെയ്തൊരു കാര്യം, അവിടെ ഒരു ഹിന്റ് വന്നോടം തന്നെ അദ്ദേഹം അത് ചിരിച്ചു തള്ളിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ വിചാരിക്കും മൂപ്പൻ എന്താ അതൊന്നും പറഞ്ഞാലെന്ന്. അദ്ദേഹം ചെയ്ത് ശരിയാണ് എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. അതാണ് ചെയ്യേണ്ടത്. കാരണം ആരാണ് ഇര? ഇവിടെ പരാതിക്കാരി എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇര എന്ന രീതിയിലാണ്. അങ്ങനെയാണ് നിയമം കാണുന്നത്. ഈ ലൈംഗിക അതിക്രമ കേസുകളിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ നടക്കുന്ന കേസുകളിലൊക്കെ നമ്മൾ കാണുന്നത് അവരെ ഇരകളായിട്ടാണ്. ആ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടാൻ സാഹചര്യമുള്ള എന്തും നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ മൂപ്പൻ വളരെ മെച്ചുവേർഡായിട്ട് അവിടെ ഒരു കുത്തലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി. പിന്നീട് വന്ന ഭാഗത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കമൻട്രിയും പറഞ്ഞില്ല. പക്ഷേ ലൈഫ് ഓഫ് അനന്തു അത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയി. ആ ഭാഗം ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കൊരു എനർജിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് അതൊരു എനർജി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. നമ്മളുടെ കർമ്മം തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, അതിൽ നിന്നും ഒരു നേട്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് കൊണ്ട് ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, നമ്മൾ എല്ലാവരും കാണുന്നതാണ്. നമ്മൾ പൊങ്കാലിടാൻ പോകും, അതല്ലെങ്കിൽ ചോറ്റാനിക്കര മകം തൊഴാൻ പോകാറുണ്ട്, മൂകാംബിക പോകാറുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ പൊങ്കാല ഇട്ടിട്ടോ ചോറ്റാനിക്കരയിൽ മകം തൊഴുതിട്ടോ മൂകാംബികയിൽ പോയി തൊഴുതിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ ഭക്തിമാർഗത്തിന്റെ ക്ലൂ വെച്ചിട്ടാണ് അദ്ദേഹം മറ്റൊരു വേൾഡിൽ നടക്കുന്ന രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയും അവിടെ ഒരു വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തത്. അതിൻ്റെ അപകടം 2 രീതിയിലാണ്. ഒന്ന്, അവരാണ് പരാതി കൊടുത്തതെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള ലീഗലായിട്ടുള്ള പ്രോബ്ലം. അതൊന്നാമത്തെ കാര്യമാണ്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. നമ്മൾക്ക് പലപ്പോഴും വികാരപരമായിട്ട് തോന്നാറുണ്ടോ ഇവരുടെയൊക്കെ പേര് വെളിപ്പെടുത്തിയാൽ എന്താ, പരാതിക്കാരിയുടെ മാത്രം ഐഡന്റിറ്റി ഹൈഡ് ചെയ്താൽ മതിയോ? അല്ല എന്ന ചിന്താഗതിക്കാരാണ് ഞാൻ. പരാതിക്കാരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടണം. കാരണം അയാൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ മാത്രമാണ്, കുറ്റക്കാരനല്ല. അയാൾ കുറ്റക്കാരനെന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊള്ളൂ, പ്രശ്നമല്ല. ആരോപിക്കപ്പെടുന്ന ആള് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അതേപോലെ ഫേസ് ചെയ്യുന്ന റിയാലിറ്റിയും വളരെ ഭീകരമാണ്.
അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഐഡന്റിറ്റിയും സെക്യൂർ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. പക്ഷെ നിയമത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. സാഹചര്യമുള്ളത് ഇരയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാനായിട്ടാണ്. അപ്പോൾ ആ ഐഡന്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള അനാലിസിസും ചെയ്യാൻ പാടുള്ളതല്ല. ഇത് അദ്ദേഹത്തോടുള്ള ഒരു വിമർശനമാണ്, അതേസമയം അധിക്ഷേപമല്ല. ഈ അനന്തുവിനെ അനലിറ്റിക് സ്കില്ല് പലപ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും ഡേറ്റ വെച്ച് അനലൈസ് ചെയ്ത് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പോലീസിനെ ചില വിഷയങ്ങളിൽ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതൊക്കെ നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ അനലിറ്റിക്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ള വീഡിയോയിൽ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ചെയ്തത് അത് നിയമപരമായിട്ട് തെറ്റാണ്. ഇനി ഇവരല്ല പരാതി കൊടുത്തതെന്ന് വിചാരിക്കൂ, അപ്പോഴും ഒരു വിഷയത്തിലേക്ക് ചില സാഹചര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരാളുടെ പേര് വലിച്ചിടുന്നതും തെറ്റാണ്. അവർക്ക് നിങ്ങൾക്കെതിരെ നിയമപരമായിട്ട് കേസിന് പോവാം. അപ്പം അതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ച് വരുത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള അനലിറ്റിക്കൽ സ്കില്ലിംഗ് കുറ്റക്കാരൻ ആരാണ് എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ വെളിച്ചം വീഴ്ത്താൻ ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു ഇരയെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ ഈ അനലിറ്റിക് സ്കിൽ ഉപയോഗിക്കരുത്. അത് തെറ്റാണ്. അവരുടെ ഐഡന്റിറ്റി അവർ വ്യാജപരാതി കൊടുത്താണെങ്കിൽ പോലും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. അത് ഈ വ്യാജപരാതി കൊടുക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ശരിയായിട്ടുള്ള ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. അതിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.